ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പതിവിലും വ്യത്യസ്തമായിട്ട് ഞാൻ മുറിക്ക് പുറത്തിറങ്ങി, അതായത് വീട്ടുവളപ്പിൽ തന്നെയുള്ള നല്ല ഹരിതാഭം ഉള്ള ഒരു സ്ഥലത്ത് നിന്നിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. എന്തായാലും പ്രകൃതി ഭംഗി ആസ്വദിച്ച് ആ കിളികളുടെ ശബ്ദവും ആസ്വദിച്ചാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. എന്തായാലും അടച്ചിട്ട മുറിയിൽ നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്തൊന്നും മടുത്തു. ഒരു ചെറിയൊരു ചേഞ്ചിന് വേണ്ടിയാണ് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെ നമുക്ക് സോളാർ പവേർഡ് റേഡിയോ നിർമ്മിക്കാം അതിനെപ്പറ്റിയുള്ളതാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള AM റേഡിയോ, FM റേഡിയോ പറ്റിയുള്ള വീഡിയോകൾ നല്ല സ്വീകാര്യതയോടെ നിങ്ങൾ ഏറ്റെടുത്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോയും ചെയ്യുന്നത്. കുറച്ച് ശതമാനം ആൾക്കാർക്കെങ്കിലും തോന്നാവുന്ന ഒരു കാര്യമാണ്, ടെക്നോളജിയൊക്കെ ഇത്ര അധികം വളർന്നിരിക്കുന്നു, ഇന്ന് വിരൽത്തുമ്പിലെല്ലാം കിട്ടുന്ന കാലഘട്ടമല്ലേ, എന്നിട്ടും എന്തിന് ഈ പഴഞ്ചൻ ടെക്നോളജികളെ പറ്റി വീഡിയോ ചെയ്യുന്നു എന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, കാലഘട്ടം എത്ര കഴിഞ്ഞെന്ന് പറഞ്ഞാലും റേഡിയോയുടെ പ്രാധാന്യം ഒട്ടും കുറയുന്നില്ല എന്ന് തന്നെയാണുള്ള വാസ്തവം. ഇന്നും ആകാശവാണിക്ക് മീഡിയം വേവ് ആ ഒരു ബാൻഡിൽ ഇഷ്ടംപോലെ ശ്രോതാക്കളുണ്ട്. അത് ആസ്വദിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഇനി നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, വിദേശങ്ങളിൽ പോയി നോക്കിയാൽ പോലും ുള്ള സ്ഥലങ്ങളിൽ ഇപ്പോഴും മീഡിയം വേവ് പ്രക്ഷേപണം ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് വാസ്തവം. കാരണം റിമോട്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ ദൂരത്തെ കവറേജ് കിട്ടുന്നത് ഇന്നും ഈ പറയുന്ന മീഡിയം വേവ് റേഡിയോകൾ തന്നെയാണ്. നമ്മുടെ ഈ മീഡിയം വേവ് പ്രക്ഷേപണത്തിൻ്റെ അടുത്ത ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് റിസീവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ FM റേഡിയോ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കുറച്ച് ലിറ്റിൽ ബിറ്റ് കോംപ്ലക്സ് എന്ന് പറയാവുന്ന രീതിയിൽ കുറച്ച് സർക്യൂട്ടുകളൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഈ ഒരു സംഗതി ഒരു മീഡിയം വേവ് റേഡിയോ ഒരു സാധാരണക്കാരൻ, ജസ്റ്റ് ഒരു ഹൈസ്കൂൾ വിദ്യാഭ്യാസമുള്ള ഒരു സ്റ്റുഡൻറ്റിന് പോലും ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം റേഡിയോ എന്ന് പറയുന്ന ഒരു വീക്ക്നെസ് തന്നെയാണ്. കാരണം ഞാൻ 10ാം ക്ലാസ്സിൻ്റെയൊക്കെ ഫിസിക്സിൻ്റെ പുസ്തകം കിട്ടുമ്പോൾ ആദ്യം ഞാൻ തപ്പിയത് നമ്മുടെ സെമി കണ്ടക്ടർ ഫിസിക്സ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററായിരുന്നു. അപ്പോൾ അന്നത്തെ ആ ഒരു പുസ്തകത്തിൻ്റെ ആ ഒരു ചാപ്റ്ററിലെ അവസാനത്തെ ഭാഗം ഇന്നും എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, എങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു റേഡിയോ നിർമ്മിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഓർമ്മകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. എന്തു തന്നെയായാലും അന്നത്തെ ആ ഒരു ഹൈസ്കൂൾ കാലഘട്ടത്തിൽ അവധിക്കാലത്ത് അത് വളരെ സക്സസ്ഫുള്ളായിട്ട് നിർമ്മിച്ചെടുത്തു. അന്നത്തെ ഒരു കിട്ടാവുന്ന ഒരു കമ്പോണൻ്റ് ആയിരുന്നു OS79 എന്ന് പറയുന്ന ഡയോഡ്. ഒരുപക്ഷെ ഇന്ന് ആ ഒരു ഡയോഡ് നമുക്ക് കിട്ടുക വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ആ ഡയോഡും കോയിലൊക്കെ ചുറ്റിയെടുത്ത് മരത്തിൻ്റെ മണ്ടയിൽ കയറി ആൻറ്റിനൊക്കെ വെച്ച് എർത്തൊക്കെ ചെയ്ത് റേഡിയോ കേട്ടിരുന്നൊരു കാലം. ബാറ്ററി പോലും ഇല്ലാതെയാണ് അന്ന് പ്രവർത്തിപ്പിച്ചിരുന്നത്. അപ്പോൾ അതൊക്കെ ആദ്യമായിട്ട് വർക്ക് ചെയ്ത് കണ്ടപ്പോൾ ഉള്ള സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, മീഡിയം വേവ് സ്റ്റേഷൻ്റെ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് 530 kHz തുടങ്ങി 1600 kHz ആണ്. ഈ ഒരു ഫ്രീക്വൻസി റേഞ്ചിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? അതായത് ഭൂമിയുടെ കർവേച്ചറിനൊപ്പം സഞ്ചരിക്കുന്ന ഒരു വേവ്സാണിത്. ഇത് ഗ്രൗണ്ട് വേവ്സ് എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രീക്വൻസി റേഞ്ചിൻ്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമ്മൾ മുറിക്കകത്താണെങ്കിലും നമ്മൾ സാധാരണ രീതിയിൽ നമുക്കറിയാം, മുറിക്കകത്ത് വരുമ്പോൾ ഫോണിൻ്റെ റേഞ്ച് കട്ടാവും, FM സിഗ്നൽസും വീക്കാവും. പിന്നെ ഷോർട്ട് വേവ് ആണെങ്കിൽ നമുക്ക് എക്സ്റ്റേണൽ ആൻറ്റിന ഉപയോഗിച്ചെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. പക്ഷേ നമുക്ക് ഫെറൈറ്റ് റോഡിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ മുറിയുടെ എത്ര അകത്താണെന്ന് പറഞ്ഞാൽ കൂടി നമുക്ക് ഈ മീഡിയം വേവ് സ്റ്റേഷൻസ് വളരെ ക്ലിയർ ആയിട്ട് കിട്ടും. ഒറ്റ കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, അത് ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാർക്കറിയാം, ഡയറക്റ്റിവിറ്റി എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. അതായത് റേഡിയോ സ്റ്റേഷൻ്റെ ആ ഒരു ദിശയിലേക്ക് നമ്മൾ തിരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. ഒരിടയ്ക്ക് ഇങ്ങനെ ന്യൂസുകൾ കേൾക്കുമായിരുന്നു, മീഡിയം വേവ് സ്റ്റേഷൻസ് പതുക്കെ ഷട്ട് ഡൗൺ ചെയ്യാൻ പോവുകയാണ്. കാരണം മീഡിയം വേവിന് നല്ല രീതിയിലുള്ള പവർ കൺസ്യൂം ചെയ്യുന്ന ഒരു കാര്യമാണ് മീഡിയം വേവ് ട്രാൻസ്മീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയധികം കിലോവാട്ട് പവറിൽ ട്രാൻസ്മിഷൻ നടത്തുക എന്ന് പറയുന്നത് നഷ്ടമാണെന്നുള്ളതുകൊണ്ട് പ്രസാർ ഭാരതി പതുക്കെ ഷട്ട് ഡൗൺ ചെയ്യുന്നു എന്നുള്ള ഒരു വാർത്ത കിട്ടും. ഒരുപക്ഷെ എല്ലാവരുടെ ഒരു അഭ്യർത്ഥന പ്രകാരം അതിപ്പോഴും മുന്നോട്ട് തന്നെ പോകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും എൻ്റെ ഒരു അഭിപ്രായം ഒരിക്കലും ഷട്ട് ഡൗൺ ചെയ്യരുതെന്നാണ്. കാരണം അത്രയും റിലയബിൾ ആയിട്ടുള്ള ഒരു മീഡിയവും, അതുപോലെ തന്നെ ഏതൊരു കാലാവസ്ഥയിലും നമുക്ക് വളരെ സിമ്പിളായിട്ട് വാർത്തകൾ കേൾക്കാനും വേറെ ഒരു അതിപ്രസംഗങ്ങളൊന്നും ഇല്ലാത്ത ഒരു മീഡിയം തന്നെയാണ് റേഡിയോ. സത്യം പറഞ്ഞാൽ നമ്മൾ ബാക്കി ഏതൊരു മീഡിയം എടുത്താലും, ഇപ്പോൾ TV ആയിക്കോട്ടെ, മൊബൈൽ ഫോൺ ആയിക്കോട്ടെ, നമ്മളെ കൂച്ചുവിലം കിട്ടാൻ അതിനെ മുന്നിൽ ഇരുത്താനൊരു പ്രവണത കാണും. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? കാരണം നമ്മളൊരു കണ്ടൻറ്റ് തേടി പോകുമ്പം ആ ഒരു കണ്ടൻറ്റിൽ മാത്രമല്ല നമ്മൾ നിൽക്കുന്നത്, നമ്മൾ സ്ക്രോൾ ചെയ്ത് അങ്ങ് പോകും. ഇനി നമ്മൾ TVയുടെ കൺസെപ്റ്റ് നോക്കുവാണെങ്കിലും പണ്ടത്തെ ആ ഒരു TV എന്നുള്ള കൺസെപ്റ്റ് പോയി ഇപ്പോൾ സ്മാർട്ട് ടെലിവിഷൻ എന്നുള്ള രീതിയിലേക്ക് മാറി. അതും ആൻഡ്രോയിഡ് ടെലിവിഷൻ എന്നുള്ളതാണ് കൂടുതൽ അറിയപ്പെടുന്നത്. കാരണം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് എപ്പോൾ വേണമെങ്കിലും എന്തും കാണാമെന്നുള്ള ഒരു അവസ്ഥ വന്നതോടുകൂടി ആർക്കും ക്ഷമയില്ലാതായി. കാരണം ഒരു വീഡിയോ കണ്ട് ചിലപ്പോൾ ഒരു 5-10 സെക്കൻഡ് അടുത്ത് ഒരു ഇത് വരുന്നു, അങ്ങോട്ട് പോകുന്നു. അപ്പോൾ അങ്ങനെ ചാഞ്ചാടി പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നമ്മളെങ്ങും പിടിച്ചിരുത്താതെ നമുക്കിഷ്ടമുള്ള വർക്കിൽ മുഴുകാനും അതേസമയം തന്നെ നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം കൃത്യമായിട്ട് അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യുന്ന ഒരു മാധ്യമം എന്ന് പറയുന്നത് റേഡിയോ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റേഡിയോയും പത്രവാരായണമൊന്നും ഒരിക്കലും മരിക്കുന്നില്ല. പിന്നെ കുറച്ച് പേരെങ്കിലും ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഈ സർക്യൂട്ടുകളൊക്കെ ഒത്തിരി ആൾക്കാർ ചെയ്തിട്ടുള്ളതല്ലേ, ഇതൊക്കെ പഴഞ്ചനല്ലേ എന്നുള്ളത്.
ഒരുപക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പഴഞ്ചൻ ടെക്നോളജിയാണെന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കും. എങ്കിലും പുതിയതായിട്ട് പഠിച്ചു വരുന്ന കുട്ടികൾ അവർക്കെപ്പോഴും ഓരോ കാര്യങ്ങളും പുതുമ തന്നെയാണ്. അപ്പോൾ അവരെ കൂടി ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഒരു ടെക്നോളജി ഒരിക്കലും പഴയതാവുന്നില്ല. ആ ടെക്നോളജി പുതിയതായിട്ട് പഠിക്കുന്ന ആൾക്ക് അതെപ്പോഴും പുതുമയുള്ള കാര്യം തന്നെയാണ്. ഏതൊരു ടെക്നോളജിയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴും തീർച്ചയായിട്ടും അത് വന്ന വഴികൾ, അതിൻ്റെ ഇടയ്ക്കുണ്ടായ പ്രതിസന്ധികൾ, അതിനെ അതിജീവിച്ച കഥകൾ, ഇതെല്ലാം കേട്ട് അത് പരീക്ഷണങ്ങളിലൂടെ ചെയ്ത് നോക്കി പഠിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് എന്താ പറയുന്നത്, ആ പഠിച്ചത് കൊണ്ട് ജീവിതത്തിൽ എന്തെങ്കിലും പ്രയോജനമുള്ളൂ. ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, എൻ്റെ വീഡിയോസ് ഒത്തിരി ലോങ് ആയി പോകാറുണ്ട്, എന്തിനാണ് ഓരോ കാര്യങ്ങളും വലിച്ചഴച്ച് എന്താ പറയുന്നത്, മുറിച്ച് കീറി പരിശോധിച്ച് പറയുന്നത്, അതിൻ്റെ ചരിത്രം പറയേണ്ട കാര്യമുണ്ടോ? പക്ഷേ സുഹൃത്തുക്കളെ, ഒരു കാര്യം ഞാൻ പറയുകയാണ്, നമ്മളൊരു കാര്യം നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ അതിൻ്റെ ബേസ് ലെവൽ അടിത്തറയുണ്ടെങ്കിലല്ലേ നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങളിൽ ആ ഒരു ഫൗണ്ടേഷന് ബലം കിട്ടത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അടിത്തറ തുടങ്ങി പഠിച്ചു പോകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഞാനും അങ്ങനെ തന്നെയാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇലക്ട്രോണിക്സ് പഠിക്കുമ്പോൾ നമുക്ക് ഒരു സർക്യൂട്ട് അസംബിൾ ചെയ്ത് കഴിയുമ്പോൾ ആദ്യം തന്നെ ആ സർക്യൂട്ടിന് ഔട്ട്പുട്ട് കിട്ടണമെന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും ഒരു. പക്ഷേ നമ്മൾ ക്ഷമയോടെ ഇരുന്ന് ചെറിയ ചെറിയ അതിൽ നിന്ന് വരുന്ന മിസ്റ്റേക്കുകൾ എന്താണെന്ന് പഠിച്ച് മനസ്സിലാക്കി ആ മിസ്റ്റേക്കിനെ ഓവർകം ചെയ്യാൻ പറ്റുമ്പോഴാണ് യഥാർത്ഥത്തിൽ സക്സസ് ഉണ്ടാകുന്നത്. ഒരിക്കലും പാതി വഴി വെച്ച് നമ്മൾ അത് ഉപേക്ഷിക്കരുത്. ഒരു കാര്യം സത്യസന്ധമായിട്ട് ഞാൻ തുറന്നു പറയാം, ഞാൻ ചെയ്യുന്ന സർക്യൂട്ടുകളിൽ ഒരു 70-80% ആദ്യം ചിലപ്പോൾ വർക്ക് ചെയ്യാറില്ല. പിന്നെ അതിലുണ്ടാകുന്ന ചെറിയ ചെറിയ ഫോൾട്ടുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി പ്രാക്ടിക്കലായിട്ട് അതിനുള്ളൊരു സൊല്യൂഷൻ എന്താണെന്ന് കണ്ടുപിടിക്കുമ്പോഴായിരിക്കും ചിലപ്പം നമുക്ക് ആ ഒരു ഉദ്ദേശിച്ച ഔട്ട്പുട്ട് കിട്ടുന്നത്. അത് കണ്ടുപിടിക്കാൻ ചിലപ്പം മണിക്കൂറുകൾ എടുക്കും, അതിൽ ചിലപ്പോൾ ദിവസങ്ങൾ എടുക്കാറുണ്ട്. പക്ഷേ അത് കണ്ടുപിടിച്ച് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത തവണ നമ്മൾ ആ സർക്യൂട്ട് ചെയ്യുമ്പോൾ ആ ഒരു മിസ്റ്റേക്കിൽ നിന്നുള്ള പാഠം മനസ്സിലുള്ളതുകൊണ്ട് നമുക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് പഠിച്ചു തുടങ്ങുന്ന ആൾക്കാരാണെങ്കിൽ കൂടി നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടുന്നുള്ളത് 100% സത്യമുള്ള കാര്യമാണ്. സത്യം പറഞ്ഞാൽ ഒരു റേഡിയോ റിസീവർ ഉണ്ടാക്കി പഠിക്കുന്നതിലൂടെ ഒരു ആംപ്ലിഫയറിൻ്റെ പ്രവർത്തനം എന്താണെന്ന് പ്രാക്ടിക്കലായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ സർക്യൂട്ടുകളിൽ നിന്ന് വരച്ച് പഠിക്കുന്നതിലുപരി ഓരോ വാല്യൂം വ്യത്യാസപ്പെടുത്തുമ്പോൾ ഔട്ട്പുട്ടിൽ ആ ശബ്ദത്തിനുണ്ടാകുന്ന വ്യത്യാസം അറിയാൻ പറ്റും. കപ്ലിങ്ങിൻ്റെ പ്രത്യേകതകൾ, കപ്പാസിറ്റർ കുറച്ചിട്ടാൽ എത്ര കിട്ടും, കൂടുതലിട്ടാൽ എത്ര കിട്ടും, അത് പഠിക്കാൻ പറ്റും. ട്യൂണിങ് എന്താണെന്ന് അറിയാൻ പറ്റും. അങ്ങനെ പലവിധ കാര്യങ്ങൾ നമുക്ക് റേഡിയോയിലൂടെ പഠിക്കാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഇതുപോലുള്ളത് ചെറിയ സോളാർ പാനലുകൾ, ഒരു 6 വോൾട്ട് റേഞ്ചിലുള്ള ചെറിയ കുഞ്ഞു പാനലുകൾ നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ പാനലുകൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു റീചാർജബിൾ പോക്കറ്റ് റേഡിയോ എന്ന് പറയാൻ പറ്റത്തില്ല, അതിനെക്കാട്ടിലും ചെറുതാണ്, നമുക്ക് പേപ്പർ ക്ലിപ്പോ അല്ലെങ്കിൽ തീപ്പെട്ടി കൂടിന് അതൊക്കെ ഒതുക്കാൻ പറ്റിയ റേഞ്ചിലുള്ള ഒരു നല്ലൊരു റേഡിയോ, അടിപൊളി റേഡിയോ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് വിശദമായിട്ട് വീഡിയോയിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ല മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഒരു റേഡിയോയും കേട്ടിരിക്കുന്നതിൻ്റെ സുഖം വേറെ ഒന്നാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഒട്ടും താമസിക്കേണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഈ പ്രോജക്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സോളാർ പാനൽ. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു സോളാർ പാനലാണ്. ഇത് 6 വോൾട്ട് 50 mAh ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് കണക്ഷനൊക്കെ കൊടുക്കാനുള്ള ആ ഒരു പോയിന്റ് കാണാൻ പറ്റും. പിന്നെ ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ പണ്ടത്തെ കാൽക്കുലേറ്ററൊക്കെ ഉണ്ടല്ലോ, കാൽക്കുലേറ്ററൊക്കെ അഴിക്കുവാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ചെറിയ പാനൽസ് കിട്ടും. ഇത് 2 സീരീസ് ആയിട്ട് കൊടുത്താലും നമുക്ക് ആവശ്യമുള്ള വോൾട്ടേജ് അവിടെ ലഭ്യമാകും. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഈ സോളാർ പാനലിൽ നിന്ന് വരുന്ന എനർജി സ്റ്റോർ ചെയ്യാൻ വേണ്ടി 3.7 വോൾട്ട് 150 mAh ലിഥിയം അയൺ ബാറ്ററി യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആംപ്ലിഫയർ സ്റ്റേജിലും ഡിമോഡുലേറ്റർ സ്റ്റേജിലും ഒക്കെ നമ്മൾ 2N2222 2 ട്രാൻസിസ്റ്ററുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിൻ ഡയഗ്രം ഞാൻ ഇതോടൊപ്പം കൊടുക്കുവാണ്. എമിറ്റർ, ബേസ്, കളക്ടർ കറക്റ്റ് ഈ ഓർഡറിൽ തന്നെ നമ്മൾ സർക്യൂട്ട് കണക്ട് ചെയ്യണം. ഇനി നമ്മൾ ഒരു ഡയോഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ സോളാർ പാനലും ബാറ്ററിയും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ അവൈലബിലിറ്റി കുറവായിട്ടുണ്ട്. ഇവിടെ ഞാൻ OS79 ഡയോഡ് ഡിമോഡുലേറ്ററിൻ്റെ സ്റ്റേജ് ഉപയോഗിക്കുന്നില്ല. ഇനി നമ്മൾ പാസീവ് കമ്പോണൻസ് നോക്കുവാണെങ്കിൽ റെസിസ്റ്റർ 6.8K ഒരെണ്ണം, 2.2K ഒരെണ്ണം, അതുപോലെ തന്നെ അടുത്തതായിട്ട് 1 മെഗാ ഓമിൻ്റെ റെസിസ്റ്റർ ഒരെണ്ണം വേണം. പിന്നെ
39 കിലോമിൻ്റെ റെസിസ്റ്ററും ഒരെണ്ണം. പിന്നെ ഇത് കൂടാതെ നമുക്ക് ഗെയിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു പ്രീസെറ്റ് വേണം. അവിടെ ഞാൻ യൂസ് ചെയ്തേക്കുന്നത് 5 കിലോമിൻ്റെ ഒരു പ്രീസെറ്റാണ്. പിന്നെ നമുക്ക് കപ്പാസിറ്ററിൻ്റെ കേസ് വെച്ചുവാണെങ്കിൽ 4.7 മൈക്രോ ഫാരഡിൻ്റെ കപ്പാസിറ്റർ 2 എണ്ണം വേണം. ഇനി അതുപോലെ തന്നെ 104 അഥവാ 0.1 ഡിസ്ക് കപ്പാസിറ്റർ 2 എണ്ണം വേണം. പിന്നെ നമുക്ക് 470 പീക്കോ ഫാരഡിൻ്റെ ഒരു ഡിസ്ക് കപ്പാസിറ്റർ കൂടി ഇവിടെ ആവശ്യം വരുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് ആൻറ്റിന കോയിലിൻ്റെ നിർമ്മാണത്തിനായിട്ട് ഒരു ഫെറൈറ്റ് റോഡിൻ്റെ ആവശ്യം വരുന്നുണ്ട്. ഇത് 4 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ഫെറൈറ്റ് റോഡാണ്. ഇതെനിക്ക് കിട്ടിയത് പണ്ടത്തെ ഒരു പോക്കറ്റ് റേഡിയോ അഴിച്ചപ്പോഴാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം സർക്യൂട്ടുകളൊക്കെ കളയാതിരിക്കുക, കാരണം നമുക്ക് ഇങ്ങനത്തെ പ്രോജക്റ്റിന് യൂസ്ഫുൾ ആയിരിക്കും. ഇതുപോലത്തെ ഗ്യാങ് കപ്പാസിറ്ററുകൾ, അതുപോലെ തന്നെ ഓഡിയോ കണക്ട് ചെയ്യാനുള്ള ജാക്കറ്റുകൾ, വോളിയം കൺട്രോൾ എന്ന് വേണ്ട അത്യാവശ്യം വേണ്ട കമ്പോണൻസ് ഒക്കെ ഇതിൽ നമുക്ക് ലഭ്യമാകും. പിന്നെ നമ്മുടെ പഴയ CFL ഇലക്ട്രോണിക് ചോക്ക്, ഇതിനകത്തൊക്കെ നമുക്ക് അത്യാവശ്യം ചുറ്റാൻ വേണ്ടിയുള്ള കോയിലുകളൊക്കെ ലഭ്യമാകും. പിന്നെ ഒരു PCB, കോമൺ ആയിട്ടുള്ള PCB ഇതെല്ലാം അസംബിൾ ചെയ്ത് വെക്കാനും നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഇവിടെ ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ബാറ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3.7 വോൾട്ടിൻ്റെ ലിഥിയം അയൺ ബാറ്ററിയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ BMS സർക്യൂട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർക്യൂട്ടിലേക്ക് പോകുന്നില്ല. വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഡയോഡ് ഇട്ട് സോളാർ പാനലുമായിട്ട് കണക്ട് ചെയ്യുവാണ്. അപ്പോൾ ഈ 2 IC ആണ് ഇതിനകത്ത് BMS ആയിട്ട് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ ഡയോഡ് വഴി നേരെ ബാറ്ററിയിലേക്കാണ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്തായാലും 1-2 മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ആയിക്കോളും. നമ്മുടെ ഈ സർക്യൂട്ടിൽ 2 സ്റ്റേജുകളുണ്ട്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് RF പ്രീ ആംപ്ലിഫയറും അതുപോലെ ഡിക്റ്റേറ്ററും അടങ്ങിയ സ്റ്റേജാണ്. സെക്കൻഡാണ് ഓഡിയോ ആംപ്ലിഫയർ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് നോക്കുവാണെങ്കിൽ നമ്മൾ മീഡിയം വേവ് ആൻറ്റിന കോയിലും ട്യൂണിംഗ് കപ്പാസിറ്ററും കൂടെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന സെലക്ട് ചെയ്ത RF സിഗ്നലിനെ ഈ C1 എന്ന് പറയുന്ന കപ്പാസിറ്റർ വഴി കപ്ലിംഗ് ചെയ്തിട്ട് Q1ലേക്ക് കൊടുക്കുന്നു. അപ്പോൾ ഇവിടം വെച്ച് അത് ആംപ്ലിഫൈ ചെയ്യും. പിന്നീട് ആംപ്ലിഫൈ ചെയ്ത സിഗ്നലിൽ നിന്ന് ഹൈ ഫ്രീക്വൻസി കരിയർ ഈ C2 എന്ന് പറയുന്ന കപ്പാസിറ്റർ ഗ്രൗണ്ട് ചെയ്ത് കളയും. ഇനി ശേഷിക്കുന്ന ഓഡിയോ സിഗ്നൽ നമ്മുടെ ഈ C2 എന്ന് പറയുന്ന കപ്പാസിറ്റർ വഴി ഗ്രൗണ്ടായി പോകത്തില്ല, കാരണം അതിൻ്റെ ഹയർ ഇമ്പിഡൻസും ഉണ്ട്. അപ്പോൾ അത് നേരെ ചെല്ലുന്നത് നമ്മുടെ Q2 എന്ന് പറയുന്ന ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലാണ്. അവിടെ വെച്ച് അത് ആംപ്ലിഫൈ ചെയ്ത് C5 വഴി കപ്പിൾ ചെയ്ത് സ്പീക്കറിലേക്ക് പോകും. പിന്നെ നമ്മൾ എമിറ്ററിൽ നിന്ന് ഒരു ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് വഴി ഫസ്റ്റ് ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ട്രാൻസിസ്റ്ററിൻ്റെ സ്റ്റെബിലിറ്റിക്കും അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഗെയിൻ അഡ്ജസ്റ്റ്മെൻറ്റിനൊക്കെയാണ് അങ്ങനെ കൊടുത്തേക്കുന്നത്. പിന്നെ ഈ ഒരു പ്രീസെറ്റും നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ സെൻസിറ്റിവിറ്റി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ഇനി നമുക്ക് അടുത്തായിട്ട് ഈ കമ്പോണൻസ് എല്ലാം എടുത്ത് വെച്ചിട്ട് നമുക്ക് സർക്യൂട്ടിൻ്റെ അസംബ്ലിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമുക്ക് ആവശ്യമുള്ള എല്ലാ കമ്പോണൻസും കൃത്യമായിട്ട് അതാത് ലേബലിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട്. അത് കാരണം വർക്ക് എളുപ്പമായിരിക്കും. അടുത്തതായിട്ട് നമുക്ക് ഈ ഫെറൈറ്റ് റോഡയിൽ 60 ടേൺസ് ഉള്ള കോയിൽ ചുറ്റണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ചെയ്യുന്നത് ആദ്യം തന്നെ ഫെറൈറ്റ് റോഡിൻ്റെ മുകളിലായിട്ട് ഒരു ചെറിയൊരു ഇൻസുലേഷൻ ലെയർ നമുക്ക് ഫോം ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഈ നമ്മുടെ PVC-ക്കകത്തൊക്കെ ഉപയോഗിക്കുന്ന ഈ ടെഫ്ലോൺ ടൈപ്പ് ടേപ്പാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു ചെറിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യുക. ആ ലെയറിൻ്റെ പുറത്തായിരിക്കണം നമ്മൾ ഈ പറയുന്ന കോയിൽ ചുറ്റേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി കോയിലിന് വേണ്ടി ഞാൻ എടുത്തേക്കുന്ന പണ്ടത്തെ ഇലക്ട്രോണിക് ചോക്കിൻ്റെ അകത്തെ ആ കോയിലാണ്. ഇത് തന്നെ ധാരാളം മതി. ഇതിനും കട്ടി കുറഞ്ഞാലും പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അത് നമുക്ക് ചുറ്റാം. അങ്ങനെ 60 ടേൺസിൻ്റെ ആ ചുറ്റ് ഓക്കെ ആയി. ഇനി നമുക്ക് സെക്കൻഡറി വേണ്ടത് വളരെ കുറച്ച് ടേൺസ് മതി. ഏകദേശം 5 ടേൺസിൻ്റെ ആവശ്യം അവിടെ വരുന്നുള്ളൂ. ഈ ടാപ്പിംഗ് വഴിയാണ് നമ്മൾ സെൻസിറ്റിവിറ്റി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പൊട്ടൻഷ്യോമീറ്റർ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതും കൂടെ ചുറ്റാം. അങ്ങനെ നമ്മൾ 2 സെറ്റ് വൈൻഡിങ്ങും വളരെ കൃത്യമായിട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഇതിനകത്ത് ഇൻസുലേഷൻ കളയുക എന്നുള്ള പരിപാടിയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ തീപ്പെട്ടി വെച്ച് ആ ഒരു ഫ്ലെയിം അടുത്ത് വയ്ക്കുകയാണ്. നിങ്ങൾ പലരും ഇത് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുവഴി ആ വാർണിഷുള്ള ഇൻസുലേഷൻ പോകുന്നതാണ്. പിന്നെ നമുക്ക് ക്ലീൻ ചെയ്തിട്ട് വയറുകളും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാം. പിന്നെ ഇതിന് ശേഷം നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു കാര്യം സോളാർ പാനലും ബാറ്ററിയും ഫിറ്റ് ചെയ്യലാണ്. അപ്പോൾ അതിൻ്റെ വർക്കിലേക്ക് നമുക്ക് പോവാം. ഇനി നമ്മുടെ ഈ സോളാർ പാനൽ വെയിലത്തേക്ക് കാണിക്കുമ്പോൾ മൾട്ടിമീറ്ററിൽ റീഡിങ് വരുന്നുണ്ട്. 5 വോൾട്ടേജ് മേളിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ബാറ്ററി ചാർജിനുള്ള വോൾട്ടേജ് ധാരാളം മതി അതൊക്കെ. ഇനി നമുക്ക് നമ്മുടെ സർക്യൂട്ടിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് അസംബിൾ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കോമൺ PCB എടുക്കുകയാണ്. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഫസ്റ്റ് ട്രാൻസിസ്റ്ററും അതിൻ്റെ കമ്പോണൻസ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി സോൾഡർ ചെയ്ത് സെറ്റ് ആക്കണം. ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് വരുന്നത് നമ്മുടെ ഓഡിയോ ആംപ്ലിഫയർ സ്റ്റേജാണ്. അപ്പോൾ നമുക്ക് ഈ കോമൺ PCBയുടെ സെക്കൻഡ് ആ പ്ലെയിൻ ആയിട്ടുള്ള ഭാഗത്ത് നമുക്ക് അടുത്ത സ്റ്റെപ്പിനുള്ള കമ്പോണൻസും കൂടെ വെച്ചിട്ട് അതിൻ്റെ സോൾഡറിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം.
അങ്ങനെ നമ്മൾ 2 സ്റ്റേജും വളരെ സക്സസ്ഫുൾ ആയിട്ട് ബിൽഡ് ചെയ്തു. ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് PCBing നമ്മൾ എടുക്കുവാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം നിങ്ങൾക്ക് ഒരു OA79 ഡയോഡ് കാണാൻ പറ്റത്തില്ല. കാരണം ഇതിനകത്ത് ഫസ്റ്റ് ട്രാൻസിസ്റ്റർ തന്നെയാണ് ഡീമോഡുലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് ചെറിയൊരു RF ഫിൽട്ടർ കപ്പാസിറ്ററും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് സെക്കൻഡ് സ്റ്റേജ് വരുന്നതാണ് നമ്മുടെ ഈ പറയുന്ന ഓഡിയോ ആംപ്ലിഫയർ സ്റ്റേജ്. ഇനി അസംബ്ലിങ് കഴിഞ്ഞ് പവർ സപ്ലൈ കൊടുക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നമുക്ക് ഓരോ പോയിന്റും കൃത്യമായിട്ട് വെരിഫൈ ചെയ്യണം. കണക്ഷൻ എന്തെങ്കിലും റോങ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടോ, ഷോർട്ട് ഉണ്ടോ, ഓപ്പൺ ഉണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് തന്നെ നോക്കുക. അതിനുശേഷം നമുക്ക് ഇനി അവസാനത്തെ ആ ഒരു ഹെഡ്സെറ്റും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ആ പരിപാടികളെല്ലാം അവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച സോളാർ പാനൽ നമുക്ക് ഈ ബോക്സിലേക്ക് സെറ്റപ്പ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഈ ബോക്സിനെ ഒന്ന് നല്ല വൃത്തിയാക്കി എടുക്കാനായിട്ട് ഒരു ബ്ലാക്ക് ടേപ്പ്, ഈ രീതിയിലുള്ള ടേപ്പ് ഉണ്ട്. അപ്പോൾ അത് ഒട്ടിക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയായിട്ടിരിക്കും. പിന്നെ നമുക്ക് ചെറിയൊരു ഡ്രിൽ ബിറ്റ് ഉപയോഗിച്ച് 2 ഹോൾ ഇട്ടിട്ട് നമുക്ക് ആ സോളാർ പാനലിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് പിന്നെ അതുപോലെ ഓഡിയോ ഔട്ട് ഇതെല്ലാം നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന ഈ സോളാർ പാനലിൽ നിന്നുള്ള കണക്ഷൻ എടുക്കലാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സോളാർ പാനലിൻ്റെ നെഗറ്റീവിലും പോസിറ്റീവിലും നമ്മൾ കൃത്യമായിട്ട് തന്നെ സോൾഡർ ചെയ്ത് അതിൻ്റെ ഔട്ട് നമ്മളെടുത്ത് നേരെ ഡയോഡ് സർക്യൂട്ട് വഴി ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുക. അപ്പം ഈ ഒരു സെറ്റപ്പ് നമുക്ക് ചെയ്യുന്നുള്ളതുകൊണ്ട് പകൽ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഇത് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ചാർജ് ആയിക്കോളും. അപ്പോൾ പ്രത്യേകിച്ച് ചാർജിങ് ബോർഡിൻ്റെ ഒന്നും ആവശ്യം അവിടെ വരുന്നില്ല. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ ഈ സർക്യൂട്ട് 20 മില്ലി ആംപിയർ താഴെ കറണ്ട് വലിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കൊരു സ്വിച്ചിൻ്റെ ആവശ്യം പോലും വരുന്നില്ല. ഇനി നമുക്ക് അടുത്തായിട്ട് നമ്മുടെ ഈ സോളാർ പാനലിൽ നിന്ന് വരുന്ന വയർ കൃത്യമായിട്ട് ടൈ ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഹീസ്ട്രിങ് ട്യൂബ് യൂസ് ചെയ്ത് കൃത്യമായിട്ട് ചെയ്യുവാണ്. അപ്പോൾ സെല്ലോ ടൈപ്പിനെക്കാട്ടിലും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഈ ഹീസ്ട്രിങ് ട്യൂബ്. നല്ല വൃത്തിയുണ്ട്, അതുപോലെ തന്നെ പെട്ടെന്നൊന്നും പോകത്തുമില്ല. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഈ സോളാർ പാനലിൻ്റെ നെഗറ്റീവും പോസിറ്റീവും നമ്മൾ കൃത്യമായിട്ട് സർക്യൂട്ടിൽ കാണുന്ന പോലെ തന്നെ ഒരു ഡയോഡിൻ്റെ സഹായത്തോടുകൂടി ബാറ്ററിയിലേക്ക് കൊടുക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇങ്ങനെ കൊടുക്കുന്നുള്ളതുകൊണ്ട് ബാറ്ററിയിൽ നിന്ന് തിരിച്ച് സോളാർ പാനലിലേക്ക് ഒരു എനർജി ഫ്ലോ ഉണ്ടാകത്തില്ല. ഒരു 1 വേ ഡയറക്ഷനിലാണ് അത് പോകുന്നത്. ബാറ്ററി കൃത്യമായിട്ട് ചാർജ് ചെയ്യുകയും ചെയ്തോളൂ, ഓവർ ചാർജ് ഒന്നും ആവത്തില്ല. പിന്നെ നമുക്കിവിടെ കോയിലിൻ്റെ പാരലായിട്ട് ഒരു 2J ഗ്യാങ് കപ്പാസിറ്റർ കണക്ട് ചെയ്യണം ട്യൂണിങ്ങിന് വേണ്ടി. പിന്നെ നമ്മുടെ കോയിലിൻ്റെ സെൻറ്റർ ടാപ്പാണ് കൃത്യമായിട്ട് നമ്മൾ ഈ പൊട്ടൻഷ്യോമീറ്ററുമായിട്ട് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആ വർക്കുകളിലേക്കൊക്കെ പോവാം. ഇനി നമ്മുടെ ഹെഡ്സെറ്റിലേക്ക് കണക്ഷൻ പോകേണ്ടതുണ്ട്. അതിനായിട്ട് കൃത്യമായിട്ട് ഹെഡ്സെറ്റിൻ്റെ പിന്നുകൾ ഐഡൻറ്റിഫൈ ചെയ്യുക. മൈക്ക് ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് ഇങ്ങ് എടുക്കാം. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ അതിനകത്ത് ഇൻസുലേഷൻ കളയാൻ വേണ്ടി തീപ്പെട്ടി വെച്ച് ഇതേ രീതിയിൽ പരിപാടികളൊക്കെ ചെയ്ത് സെറ്റാക്കണം. അപ്പോൾ അങ്ങനെ റെഡിയാക്കിയതിന് ശേഷം നമ്മുടെ ഈ സ്പീക്കർ പോയിന്റിലേക്ക് ഈ വയറുകൾ കണക്ട് ചെയ്യുക. അത് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അവസാനത്തെ 4.7 മൈക്രോ ഫാരഡിൻ്റെ കപ്പാസിറ്റർ വഴിയാണ് ഔട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ ആ കണക്ഷൻസ് എല്ലാം കൃത്യമായിട്ട് കൊടുക്കുക. ലെഫ്റ്റ് റൈറ്റ് നമുക്ക് കോമൺ ആയിട്ട് എടുത്തിട്ട് അങ്ങനെ രീതിയിൽ കൊടുക്കാം. ഇവിടെ മോണോയാണ് ഔട്ട്പുട്ട് വരുന്നത്, അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെ കണക്ഷൻസ് എല്ലാം കൊടുത്തതിന് ശേഷം മാത്രമേ ബാറ്ററി കണക്ട് ചെയ്യാവുള്ളൂ. അപ്പോൾ ബാറ്ററി നമ്മൾ ഡയോഡിന് ശേഷമാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ പരിപാടിയും കഴിഞ്ഞു. ഇനി നമുക്ക് ഓവറോൾ ആയിട്ട് എല്ലാം ഒന്ന് ബോക്സ് ചെയ്ത് സെറ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ സർക്യൂട്ടിൻ്റെ പരിപാടിയെല്ലാം നമ്മൾ വളരെ വിജയകരമായിട്ട് പൂർത്തീകരിച്ചു. അപ്പോൾ ഇനി നമുക്ക് ഇത് നേരെ ചാർജിങ്ങിലേക്ക് വിടാം. അപ്പോൾ സോളാർ പാനൽ നമ്മൾ കുറച്ച് നേരം വെയിലത്ത് ഏകദേശം 1 മണിക്കൂർ കൊണ്ട് തന്നെ ഫുൾ ചാർജ് ആയിക്കോളും. അതിനുശേഷം നമ്മുടെ ഹെഡ്സെറ്റ് ഒക്കെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഏകദേശം 1 മണിക്കൂറിന് ശേഷം വോൾട്ടേജ് ഒന്ന് ടെസ്റ്റ് ചെയ്യുവാണ്. ബാറ്ററിയിൽ 4.06 കാണിക്കുന്നുണ്ട്. ബാറ്ററി ഫുൾ ചാർജറാണ്. അപ്പോൾ നമ്മൾ ഈ മൈക്ക് ഹെഡ്സെറ്റിൻ്റെ അടുത്തേക്ക് വയ്ക്കുകയാണ്. അടുത്തായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ട്യൂൺ ചെയ്തെടുക്കണം സ്റ്റേഷൻസ്. അപ്പോൾ അതിനുവേണ്ടി ട്യൂണിംഗ് ഡയൽ യൂസ് ചെയ്ത് നമ്മൾ വളരെ പ്രിസൈസ് ആയിട്ട് തന്നെ ട്യൂൺ ചെയ്യുവാണ്. ഇനി നമുക്ക് സെൻസിറ്റിവിറ്റി ഒരു അല്പം കൂട്ടിയ വോളിയം കൂടുന്നതാണ്. മുന്നേറാം കൃഷിയിലൂടെ കേരള കാർഷിക സർവകലാശാലയുടെ ദ്വൈവാര പ്രക്ഷേപണ പരമ്പരയായ വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. ഞാൻ ഈ റേഡിയോ ഏകദേശം നിർമ്മിച്ചെടുത്തപ്പോൾ ആകെ 150 രൂപ ചിലവ് വന്നുള്ളൂ. അത് മാത്രമല്ല ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. രാത്രികാലങ്ങളിലൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു കൂട്ടായിരിക്കും ഈ ഒരു റേഡിയോ. എന്ത് തന്നെയായാലും ഈ ഒരു പോക്കറ്റ് റേഡിയോ നിർമ്മിച്ചതിൽ പിന്നെ കൂടുതൽ സമയം ഞാൻ ചിലവഴിക്കുന്നത് റേഡിയോയിൽ തന്നെയാണ്. അപ്പോൾ മൊബൈൽ ഫോണിലെ ആ ഒരു ഉപയോഗം ഇപ്പോൾ എന്തായാലും കുറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ ഡിജിറ്റൽ യുഗത്തിലെ അതിപ്രസരത്തിൽ നിന്നുള്ള ഒരു മോചനം തീർച്ചയായിട്ടും മനസ്സിന് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഇതുപോലത്തെ സർക്യൂട്ട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ റേഡിയോ ഓർമ്മകളൊന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ.
അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു കുഞ്ഞൻ റേഡിയോ ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇതേ രീതിയിലുള്ള നല്ല നല്ല കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഫ്രീ കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഹോം പേജിൽ പോയിട്ട് ഒന്ന് സ്ക്രോൾ ചെയ്താൽ മതി. ആ പ്ലേലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോകൾ കാണാം. അപ്പോൾ നമുക്ക് ഇലക്ട്രോണിക്സ് കമ്പോണൻറ്റ് ലെവലിലുള്ള കാര്യങ്ങളുണ്ട്, സർക്യൂട്ട് ലെവലിലുള്ള കാര്യങ്ങളുണ്ട്, ടെസ്റ്റിംഗ് ഉണ്ട്. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺഡ് ആൻഡ് കീപ് ലേണിംഗ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പുതിയൊരു കണ്ടന്റുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ഗുഡ് ബൈ.